സ്വാഗതം ഈവനിംഗ് മലയാളത്തിലേക്ക്. പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. നോവായ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചത് 24 മലയാളികൾ. 22 പേരെ തിരിച്ചറിഞ്ഞു. 12 പേരുടെ നില ഗുരുതരം. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് മൃതദേഹം ഇന്നു തന്നെ നാട്ടിലെത്തിക്കാൻ ശ്രമം. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര സഹായധനം. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സഹായം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം പ്രത്യേക വിമാനത്തിലെത്തിക്കും. ഉത്തരവിട്ട് കുവൈറ്റ് അമീർ. ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ DNA പരിശോധന. പരിക്കേറ്റവർക്ക് അവിടെ തന്നെ ചികിത്സ ഉറപ്പാക്കുമെന്ന് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകി. മരിച്ചവരിൽ 3 ഫിലിപ്പീൻസ് പൗരന്മാരും ഒരാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത NBTC. ആശ്രിതർക്ക് ജോലിയും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പു നൽകിക്കൊണ്ട് കമ്പനിയുടെ വാർത്താക്കുറിപ്പ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലെന്നും NBTC. മുൻ DGP CB മാത്യൂസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. ഹൈക്കോടതി നടപടി. സൂര്യനെല്ലി ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതിൽ പരാമർശം നിർഭയമെന്ന ആത്മകഥയിൽ. പോക്സോ കേസിൽ BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പയ്ക്ക് ജാമ്യമില്ല അറസ്റ്റ് വാറന്റ്. ചോദ്യം ചെയ്യലിനായി യെദ്യൂരപ്പ ഹാജരാകാത്തതിനെ തുടർന്നാണ് ബംഗളൂരു കോടതിയുടെ ഉത്തരവ്. 17-കാരിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന കേസിൽ നടപടി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ വീണ്ടും നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഇത് ഡോവലിന്റെ 3ാം ഊഴം. കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി PK മിശ്രയും തുടരും. സംസ്ഥാനത്ത് പ്രായം തികയാത്ത അമ്മമാർ 10,000-ലേറെ. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്. 2022 മാത്രം 15-നും 19-നും ഇടയിൽ പ്രായമുള്ള അമ്മമാർ 12,000-ലധികം. പ്രായം തികയാത്ത അമ്മമാർ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ. പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തുവരണമെന്ന് MV ജയരാജൻ. ഇടതുവിരുദ്ധ പോസ്റ്റുകൾ നൽകിയിട്ടില്ലെന്ന് പറയണം. യഥാർത്ഥ ഇടതനുകൂല പ്രൊഫൈൽ സ്വയം വ്യക്തമാക്കണമെന്നും MV ജയരാജൻ. CPM-ന്റെ പേരിൽ കോൺഗ്രസ് വ്യാജ ഐഡികൾ ഉണ്ടാക്കി സർക്കാരിനെതിരെ പ്രചാരണം നടത്തിയെന്നും ജയരാജൻ. ചേകന്നൂർ മൗലവി കേസിൽ കാന്തപുരത്തിന്റെ ആരോപണങ്ങൾ തള്ളി ജസ്റ്റിസ് കെമാൽ പാഷ. കാന്തപുരത്തെ പ്രതിചേർത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച്. തനിക്കെതിരെ കള്ളക്കേസുകൾ നൽകാൻ അന്ന് ശ്രമം നടന്നിരുന്നു. പ്രതിചേർത്തത് റദ്ദു ചെയ്ത ഹൈക്കോടതി നടപടി തെറ്റായിരുന്നുവെന്നും കെമാൽ പാഷ. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഗ്രേസ് മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് റീടെസ്റ്റ്. 1563 പേർക്ക് ജൂൺ 23-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് കേന്ദ്രം. ജൂൺ 30-ന് ഫലപ്രഖ്യാപനം. വ്ലോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ നീക്കം ചെയ്യണമെന്നാവശ്യം. യൂട്യൂബിന് കത്തെഴുതിയ ഗതാഗത കമ്മീഷണർ. കത്തെഴുതിയത് ഹൈക്കോടതിയെ അറിയിച്ചെന്നും കമ്മീഷണർ. സ്വയം വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും ദുർബലർ. വടക്കേ ഇന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് വലിയ പോരായ്മയെന്നും ബിനോയ് വിശ്വം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട SFI. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും. കർഫ്യൂ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് NIT-യുടെ ഷോക്കോസ് നോട്ടീസ്. നടപടി. വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ കോളേജിന് നഷ്ടം സംഭവിച്ചു എന്ന കണ്ടെത്തലിൽ ഓരോ വിദ്യാർത്ഥിയും തിരിച്ചടയ്ക്കേണ്ടത് 6 ലക്ഷത്തിലധികം രൂപ.
നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണ ഫാക്ടറിയിൽ പൊട്ടിത്തെറി 5 പേർ മരിച്ചു. 5 പേർക്ക് പരിക്ക്. സ്ഫോടനം ധാംനയിലെ ഫാക്ടറിയിൽ. മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാർ ആവില്ല എന്ന് സീതാറാം യെച്ചൂരി. നിലവിലെ സർക്കാർ രൂപീകരണം മുൻ മോദി സർക്കാരുകളെക്കാൾ പ്രതിസന്ധിയിൽ. ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നും സീതാറാം യെച്ചൂരി. ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ലേബർ ക്യാമ്പുകളിൽ പോകാൻ തയ്യാറായിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ. ലോക കേരള സഭ നിർത്തിവച്ച് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകണം. ലോക കേരള സഭ കൊണ്ട് പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലെന്നും കെ സുരേന്ദ്രൻ. വയനാട്ടിൽ 2ഇടങ്ങളിൽ കാട്ടാന ആക്രമണം, ഒരാൾക്ക് പരിക്ക്. ആക്രമണം തിരുനെല്ലി അപ്പപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപവും കുച്ചിയാർ മലയിലും. സർക്കാരിനെതിരെ വിമർശനവുമായി ദീപിക മുഖപത്രം. വിമർശനം സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ സഹായിക്കാൻ ഒരു സർക്കാരുണ്ടെന്ന് ജനത്തിന് തോന്നുന്നില്ല. നിയമസഭയിലും മന്ത്രിസഭയിലും നിഷ്ക്രിയതയുടെ മരവിപ്പെന്നും വിമർശനം. T20 ലോകകപ്പിൽ നെതർലൻഡ്സ് ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക് അർണോസ് വെയിൽ സ്റ്റേഡിയത്തിൽ. 2 മത്സരത്തിൽ നിന്ന് 1 ജയവും 1 പരാജയവുമായി 2 പോയിന്റുകളാണ് ഇരു ടീമുകൾക്കും.